നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനം കളി ആരംഭിച്ചപ്പോൾ തന്നെ സ്ട്രാക്കാളിയും ബെൻ ഡക്കറ്റും ചേർന്ന് ഇന്ത്യൻ ബോളേഴ്സിനെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരിക്കൽ പോലും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തോന്നാത്ത വിധത്തിലായിരുന്നു ബെൻ ഡക്കറ്റിൻ്റെയും സ്ട്രാക്കാളിയുടെയും ബാറ്റിംഗ്. നല്ല പന്തുകളെ ഡിഫെൻഡ് ചെയ്തും മോശം പന്തുകളെ ആക്രമിച്ചുമായിരുന്നു അവരുടെ ആക്രമണ രീതി. അവർ തമ്മിൽ 188 റണ്ണ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. 65 റണ്ണെടുത്ത് സ്ട്രാക്കാളിയും 149 റണ്ണെടുത്ത് ബെൻ ഡക്കറ്റും പുറത്തായി. സ്ട്രാക്കാളിയെ പുറത്താക്കിയത് പ്രസിദ്ധ് കൃഷ്ണയാണ്. KL രാഹുൽ പിടിച്ച് പുറത്തായി. വിക്കറ്റ് ലഭിച്ചത് താക്കൂറിനാണ്. താക്കൂറിൻ്റെ ബോളിൽ നിതീഷ് റെഡ്ഡി പിടിച്ചാണ് ബെൻ ഡക്കറ്റ് പുറത്തായത്. ബെൻ ഡക്കറ്റ് പുറത്തായപ്പോൾ തന്നെ 149 റൺ ബെൻ ഡക്കറ്റ് ഒറ്റയ്ക്ക് നേടിയിരുന്നു. പോപ്പിൻ്റെ വിക്കറ്റ് ലഭിച്ചത് പ്രസിദ്ധ് കൃഷ്ണയ്ക്കാണ്. 8 റൺ എടുത്ത് നിൽക്കുന്ന ഒലി പോപ്പിനെ പുറത്താക്കിയത് പ്രസിദ്ധ് കൃഷ്ണയാണ്. ബ്ലോക്കിൻ്റെ വിക്കറ്റ് ലഭിച്ചത് താക്കൂറിനാണ്. അതും വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് പിടിച്ച് പുറത്താക്കി. പുറത്തായത് 33 റണ്ണെടുത്ത ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ്. അതും ജഡേജയ്ക്കാണ് ആ വിക്കറ്റ്. ഗില്ലി സ്ട്രിപ്പിൽ ക്യാച്ച് പിടിച്ചാണ് പുറത്താക്കിയത്. ജാമിൻ സ്മിത്തും റൂട്ടും പുറത്തല്ല. ഒരാൾ 44 റണ്ണും ഒരാൾ 53 റണ്ണും എടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് അവസാനം ജയിക്കാൻ വേണ്ട റൺസ് 71 റണ്ണായിരുന്നു അവസാനം 20 ഓവറിൽ നിന്ന്. അത് ഇവർ റൂട്ടും ജാമിൻ സ്മിത്തും കൂടി ചേർന്ന് നേടി, അവരുടെ പാർട്ണർഷിപ്പിലൂടെ തന്നെ. 5 വിക്കറ്റിന് ഇന്ത്യയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. അതിൽ തന്നെ രണ്ടാമത്തെ വലിയ ചേസിംഗ് സ്കോറാണ് ഇംഗ്ലണ്ട് ചേസ് ചെയ്ത് ജയിച്ചത്. ടെസ്റ്റിൽ ഒരു ടീമിലെ 5 ബാറ്റ്സ്മാൻമാർ സെഞ്ചുറി നേടിയിട്ടും തോൽക്കുന്ന ടീം എന്ന ചരിത്രം ഇന്ത്യക്ക് സ്വന്തം. ക്യാപ്റ്റൻ എന്ന നിലയിൽ കന്നി ടെസ്റ്റ് കളിച്ചപ്പോൾ ഗില്ലിൻ്റെ ടീമിനും തോൽക്കാനായിരുന്നു വിധി. തോൽവി രുചിക്കേണ്ടി വന്നു. തിരുത്തി ഗില്ലും പിള്ളേരും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.